ഞാൻ മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ പോയത് ആരും പോകാത്തൊരു സമയത്താണ്. അവിടെയൊക്കെ -45 ആ സമയത്ത് സഞ്ചാരികൾ ആരും ഉണ്ടാകില്ല. മഞ്ഞ് വീണിട്ട് ടെൻറ്റ് കീറി പോയിട്ട് അന്ന് ഒരു ദിവസം മൊത്തം തണുപ്പത്ത് കിടന്നുറങ്ങേണ്ട അവസ്ഥയുണ്ടായി. എൻ്റെ ടെൻറ്റിൻ്റെ അടിയിലൂടെ ഒരു നദി പോകുമായിരുന്നു. എന്നെ നദിക്ക് മുകളിലായിരുന്നു കിടന്നുറങ്ങുന്നത് രാത്രി മുഴുവൻ, ഇടിയും മിന്നലൊക്കെ ആയിട്ട്. 8 മണിക്കൂറോളം ട്രെക്ക് ചെയ്ത് പോയിട്ട് എനിക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള ലൈറ്റർ എടുക്കാൻ ഞാൻ മറന്നുപോയി. 2 ടെൻറ്റ് ഉണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ വേറൊരു ടെൻറ്റ്, എനിക്ക് കിടന്നുറങ്ങാൻ വേറൊരു ടെൻറ്റ്. ഷുഗറിന് ഇല്ലാണ്ടാക്കുക, നമ്മുടെ മനുഷ്യൻ്റെ ബോഡിയിലെ ഷുഗറിന് ഇല്ലാണ്ടാക്കാൻ തുറു ചൂപ്പിന് സാധിക്കുമെന്ന് ഗ്രാമവാസികൾ പറഞ്ഞിട്ടുണ്ട്. 44 കിലോ ഭാരം ഉണ്ടായിരുന്നു സാധനങ്ങൾക്ക്. ഞാൻ മൊബൈൽ ടവർ ടെക്നീഷ്യൻ അല്ല, മൊബൈൽ ടവറിൽ ഡീസൽ അടിക്കാനാണ് എൻ്റെ പണി. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വയനാട്ടിലാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും നടന്നപ്പോ തന്നെ അട്ടയുടെ ഒരു ശല്യം എല്ലാവരും അട്ടയെ ഓർക്കുന്നുണ്ട്. അതെ, ട്രാവൽ ചെയ്തപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? വന്യമൃഗങ്ങളുണ്ടോ? ടെന്റിലൊക്കെ വന്ന് ശല്യങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ മൃഗങ്ങളുമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട്. അട്ടകളുടെ കാര്യം പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളനുസരിച്ചിട്ടാണ്. ഹിമാലയത്തിന്റെ ഭാഗത്ത് അട്ടകൾ ഉണ്ടാവില്ല, പക്ഷെ ഇതുപോലെ നമ്മളെ വയനാട് പോലെ സ്ഥലങ്ങളൊക്കെ ഉത്തരാഖണ്ഡിലും ഉണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ അട്ടകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കാട്ടിലൊക്കെ ടെന്റ് അടിക്കുമ്പോൾ അട്ട പൊതിയും നല്ല പോലെ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം അട്ടനെ കളയാന്ന് പറയുന്നത്. ഓരോന്ന് പറക്കി കളയണം. അതുകൊണ്ട് എൻ്റെ ബാഗിലേക്ക് കയറുന്നതും ടെന്റിൻ്റെ അടിയിലൂടെ വരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോന്നേരം പുറക്കി കളയും. പക്ഷെ അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. പാമ്പിൻ്റെ ശല്യം ആ ഭാഗത്ത് കുറവായിരുന്നു. തണുത്ത ഏരിയകളിൽ പാമ്പ് അത്രമാത്രം ഉണ്ടാകില്ല. അവിടെയുള്ള ആകെ ആനിമൽ എന്ന് പറയുന്നത് ആൾക്കാർക്ക് പേടിയുള്ളത് കരടികൾ മാത്രമാണ്. കരടികളുടെ കാര്യം പറയുമ്പോൾ 6 മാസം മാത്രമാണ് ഇവർ ഈ ഒരു ഹിമാലയൻ ഗ്രാമത്തിൽ താമസിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലെ പിത്തോരാഖണ്ഡിലെ ജോഹർ വാലിനെ കുറിച്ച് പറയാം. ജോഹർ വാലിയിലെ ആൾക്കാർ 6 മാസം അവിടെ താമസിക്കുന്നത് അവർ ഒരു വലിയ കഥ തന്നെയാണ്. ഞാൻ പറയാതെ പിന്നെ പറയാം. എന്തായാലും 6 മാസം താമസിച്ചിട്ട് തിരിച്ചിറങ്ങുന്ന സമയമുണ്ട്. ആ തിരിച്ചിറങ്ങുന്ന സമയത്ത് കരടികൾ ഇവരെ ഗ്രാമത്തിലേക്ക് വരും. ഐസ് മൂടി കിടക്കും. മൊത്തം സ്ഥലങ്ങൾ വീടിൻ്റെ അത്രത്തോളം ഐസ് ഉണ്ടാകും. മഞ്ഞ് വീണ് കിടക്കും. കരടികൾ വന്നിട്ട് ഇവരെ പാറേൻ്റെ സ്ലേറ്റ് ആണ് ഓടെന്ന് പറയുന്നത്. അതൊന്നും അത്ര ശക്തിയുള്ളതാണെങ്കിലും കരടിക്ക് മുമ്പിൽ അതൊക്കെ ചെറുതാണ്. കരടികൾ കൂട്ടത്തോടെ വന്നിട്ട് വീടിനകത്ത് കയറി സാധനങ്ങൾ കട്ടുകൊണ്ട് പോകും. ഓരോ വർഷത്തിൽ ഇവർ ജീവിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ വീട് കൂടി റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരേറ്റവും കൂടുതൽ പറയുന്ന വിഷമമുള്ള കഥ കരടികൾ വന്ന് വീട് നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ശല്യം കൊണ്ട് ആൾക്കാർ പോയിട്ടുണ്ട്. ഇത് മൈഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാർ പിന്നെ തിരിച്ചു വരാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം എല്ലാ വർഷവും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ കരടികൾ സ്ഥലത്താണ് ഇവർ 6 മാസം താമസിക്കുന്നത്. ഈ 6 മാസം താമസിക്കുന്നത് ഈ ഹിമാലയത്തിൽ കുറേ പ്രൊഡക്റ്റുകളുണ്ട്, നമ്മുടെ മരുന്നുകളുണ്ട്, കീടാജടി എന്നൊക്കെ പറയുന്നത്. ഇതെടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അതിൻ്റെ കൂടെ കന്നുകാലി വളർത്തലും ചെറിയ കൃഷിയായിട്ട് പോകും. അവരെ കാസ്റ്റ് എന്ന് ബൂട്ടിയ എന്നാണ് പറയുക. ബൂട്ടിയ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലൊരു കാസ്റ്റാണ്. അവരെല്ലാവരും ബൂട്ടിയ കാസ്റ്റിൽ പെടുന്ന ആൾക്കാരാണ്. ബൂട്ടിയ അതുമാത്രമല്ല, നമ്മുടെ ടിബറ്റിനോടൊക്കെ ബോർഡർ പങ്കിടുന്ന സ്ഥലങ്ങളാണ്. അവരതുമായി അവരെ കുട്ടിക്കാലം അവിടെ വളർന്നുകൊണ്ട് അവർക്ക് ഒരു കൾച്ചറിൽ അവിടെ വന്നു പോകണം എന്നൊരു റൂൾസ് ഉണ്ട്. അത് ഇപ്പം എല്ലാവരും പാലിക്കുന്നില്ലെങ്കിലും എന്നാലും പ്രായ ആൾക്കാർ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ കരടീൻ്റെ ശല്യം. പുലി കാര്യങ്ങൾക്കൊന്നും അടുത്ത ആൾക്കാർക്ക് പേടിയില്ല. പിന്നെ അട്ട, പാമ്പ് തുടങ്ങിയ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. വേറെ എന്തൊക്കെ ജീവികളെ ചിത്രൻ എന്തിനെയൊക്കെ കണ്ടിട്ടുണ്ട്? ഞാൻ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ യാത്രയിൽ ഞാൻ അതിൻ്റെ മുമ്പിൽ കണ്ടതാണ് താർന്ന് പറയും, ഹിമാലയൻ താർന്ന് പറയും. അതൊരു ആടിനെ പോലത്തെയാണ്. നല്ല സൈസ് ഉണ്ട്, പക്ഷെ ആളൊരു സാധുവാണ്. നമ്മളെ കണ്ട പേടിച്ചോടും. ഞാൻ അതിനെ കണ്ടിട്ട് ആദ്യം പേടിയായിരുന്നു. ഒരു മൗണ്ടൈൻ ഉണ്ട്, അമാദബലം എന്ന് പറയും. നല്ല അടിപൊളി ഒരു ഷേപ്പിലുള്ള ഒരു അമാദബലം മൗണ്ടൈൻ. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അതിനടുത്തൊരു മരമുണ്ട്, നല്ലൊരു അടിപൊളി വിഷ്വൽസ് ആണ്. ആ സ്ഥലത്ത് എൻ്റെ മുമ്പിൽ ആൾ നിൽക്കുവാണ്, ഹിമാലയൻ താറ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അതിങ്ങനെ കുറേ സമയം നിൽക്കുക. എനിക്ക് പേടി, ഇതിൻ്റെ അടുത്ത് വേറെ പുലി ഉണ്ടാവോ, സ്നോ ലെപ്പാർഡ്സ് ഉള്ള സ്ഥലമാണ്, ഇതിനെ പിടിക്കാൻ വരുമോ, അങ്ങനെയൊക്കെ ചിന്തകൾ വന്നു. കുറേ കഴിയുമ്പോൾ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ആൾ പറഞ്ഞു ഓടിക്കളയും. കാരണം മനുഷ്യനാണ് ഇവർക്ക് പേടി. ഇവരുടെ സ്ഥലത്താണ് നമ്മൾ നടന്നു പോകുന്നതൊക്കെ. പിന്നെ നമ്മുടെ ആടുകൾ, വ്യത്യസ്തരമായ ആടുകളെ കണ്ടിട്ടുണ്ട്. പിന്നെ സ്നോ ലെപ്പാർഡ്, കരടികളെയാണ് കണ്ടിട്ടുള്ളത്. സ്നോ ലെപ്പാർഡിനെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ നല്ല ക്യാമറ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഹിമാചൽ പ്രദേശിലെ കിബ്ബർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഈ സ്നോ ലെപ്പാർഡിനെ കാണാനുള്ള ട്രെക്കിങ്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫി, അങ്ങനെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇന്നത്തെ സീസണിൽ പോയി അതിനെ കാണാനൊക്കെയുള്ള ട്രെക്കിങ്സ് ഒക്കെ ഉണ്ട്. ഏറ്റവും അമ്പരപ്പിച്ച ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഏതാണ്? വുമൻസ് പറയുമ്പോൾ നമ്മുടെ ഉത്തരാഖണ്ഡിൽ, ഇന്ത്യയിൽ തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ് അത്രമാത്രം ഫേമസ് ആണ്. പക്ഷെ അതുപോലെ ഒരു വാലി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്.
നിങ്ങളുടെ യാത്ര സന്തോഷം കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഒരു 100 ആൾക്കാരുള്ള സ്ഥലത്ത് പോയി നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കേണ്ട ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. അത് നമുക്ക് സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റില്ല, മറ്റുള്ളവർ നമ്മളെ നോക്കുക, അങ്ങനെയൊക്കെ ചിന്തയുണ്ടാവില്ലേ. പക്ഷെ ഞാനൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഉത്തരാഖണ്ഡിലെ തന്നെ പിത്തോരാഗഡ് ജില്ലയിലെ ഒരു സ്ഥലമാണ് നമ്മുടെ ധാർമാ വാലി എന്ന് പറയുന്നത്. 2 റൂട്ടുണ്ട്, ഒന്ന് വ്യാസ് വാലി, ഒന്ന് ധാർമാ വാലി. ധാർമാ വാലിക്കകത്താണ് പഞ്ചച്ചുളി കൊടുമുടികൾ വരുന്നത്. 5 തല പൊക്കി നിൽക്കുന്ന കൊടുമുടികളുണ്ട് ഹിമാലയത്തിൽ. ഈ ഒരു പഞ്ചച്ചുളി കൊടുമുടികളുടെ നാടാണ് ധാർമാ വാലി. അവിടെ ഒരു സ്ഥലമുണ്ട്, നാഗിലിംഗ് എന്ന് പറഞ്ഞൊരു വില്ലേജ്. നാഗിൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് 3 മണിക്കൂറോളം ട്രക്ക് ചെയ്തിട്ട് എത്തുന്ന ഒരു ബുഗ്യാൽ എന്ന് പറയും. ബുഗ്യാൽ എന്ന് പറയുന്നത് ഈ മഞ്ഞുമലകൾ ഇല്ലെങ്കിൽ ഗ്ലേഷ്യറിൻ്റെ താഴെയുള്ള ഒരു പച്ച വിരിച്ചൊരു മൈതാനത്താണ് ബുഗ്യാൽ എന്ന് ഈ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആൾക്കാർ പറയുന്നത്. അവിടെ കരടികൾ കൂടുതലുള്ള സ്ഥലമാണ്. കരടികൾ അവിടെ കായ്കളൊക്കെ കഴിക്കും. നമ്മൾ വൈകിട്ടൊക്കെ കരടിയുടെ അപ്പിയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നോട് പറയും, ചിത്ര നീ ഗൈഡിനെ വെച്ച് പോയിക്കോ, നല്ല പൈസയാണ്, 2000 രൂപയ്ക്ക് ഒരു അരമണിക്കൂർ കൊടുക്കണം. അപ്പം അരമണിക്കൂറിന് 2000. അവിടുത്തെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ കീഴാചെടി എടുക്കാൻ വരുന്ന ആൾക്കാരാ, ഈ യാർസ ഗുംബാൻ തുടങ്ങിയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആൾക്കാരാ. നമ്മളെപ്പോലെ ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ചിന്ത പൈസയാണ്. പക്ഷെ പറ്റിക്കുകയും ചെയ്യും, അവർ ചോദിക്കും, മാന്യമായിട്ട് ചോദിക്കും, 2000 രൂപ തന്നെ എന്നെ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഇങ്ങനെ നടന്നു പോകണം. നിന്റെ ഇഷ്ടമാണ്, കരടികൾ വന്ന് എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അങ്ങനെ പേടിപ്പിച്ചു തന്നെ. എന്തായാലും എനിക്ക് കാണണം ആ സ്ഥലം, കാരണം അത്രമാത്രം ഒരു ഹിഡൻ ആയിട്ടൊരു സ്ഥലം അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ കാണുന്നൊരു ആഗ്രഹം തോന്നി. പിന്നെ ഒന്നും നോക്കില്ല, എൻ്റെ ചെറിയ ബാഗ്, വലിയ ബാഗ് ഗ്രാമത്തിൽ വെച്ചിട്ട് ചെറിയ ബാഗ് എടുത്ത് നടന്നു. വഴികളിലൊക്കെ നല്ല കാഴ്ചകളാണ്, പൈൻ മരങ്ങൾ, ദൂരേന്ന് ഞാൻ കൊടുമുടികൾ കാണുന്നുണ്ട്, മനോഹരമായ മഞ്ഞുമലകൾ കാണുന്നുണ്ട്. എനിക്ക് അവിടെ എത്തിപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സൈഡിലൊരു നദി പോകുന്നുണ്ട്. ഈ നദി ഉത്ഭവിച്ച് വരുന്നത് ആ ഒരു ഗ്ലേഷ്യറിൽ നിന്നാണ്. ഈ ബുക്യാൽ എന്നാണ് ഇവർ പറയുക സ്ഥലത്തിന്. അങ്ങനെ ഞാൻ നടന്നു കിടന്ന സ്ഥലത്തെത്തുമ്പോൾ ഞാൻ സത്യം ഒരു ഞെട്ടിപ്പോയി കേട്ടോ. കുറേ പൂക്കൾ, നല്ല പലതരം കളറുള്ള പൂക്കളുണ്ട് അവിടെ, ഞാൻ മാത്രം. അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ കുറേ മഞ്ഞുമലകൾ, ഒരു വ്യത്യസ്തമായ ഒരു പ്രകൃതി, എനിക്ക് അത്രമാത്രം സന്തോഷം തോന്നി. നമ്മുടെ നോട്ട് ബുക്കിൻ്റെയൊക്കെ ചട്ടകൾ കണ്ടിട്ടില്ലേ, അതുപോലൊരു സ്ഥലത്തൊക്കെ ഞാൻ ജീവിതത്തിൽ ഇറങ്ങി ചെന്ന് ഞാൻ ഒറ്റത്തിൽ കൂക്കിയിട്ടുണ്ട്. അങ്ങനെ കൂക്കുമ്പോഴാണ് പിന്നീട് കാര്യം മനസ്സിലായത്, ആടിനെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. 2 ആൾക്കാർ അവിടെ ജീവിക്കുന്ന അറിഞ്ഞില്ലായിരുന്നു. അവർ ചെറിയ ഷെഡ് കെട്ടി കുറേ ഗ്ലേസിനടുത്ത് താമസിക്കുക. അവരൊരു 2 മാസം മാത്രമേ താമസിക്കൂ. അവർ തിരിച്ചിറങ്ങും. അവരെയും കണ്ടു, അവരെനിക്ക് ഭക്ഷണം വെച്ച് തന്നു. അവർ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറും പരിപ്പറിയും മാത്രം, വേറെ ഒന്നുമില്ല. 2 പ്രായ ആൾക്കാരാണ്. അവർ 100 ഒരു 300-400 ആടുകൾ. ഈ ആടുകളെയും കൊണ്ട് താഴോട്ട് ഇറങ്ങി കേട്ടോ. മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷം തോന്നി. ധാരാളം ആടുകൾ, അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ, അവർ തന്ന ഭക്ഷണമില്ലേ, അത്രയും തളർന്നിട്ട് ആ ചോറും കറിയും കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ അവർക്ക് കയ്യിൽ എന്താ 100 രൂപയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവർ പൈസക്ക് വേണ്ടിയല്ല അവർ ഭക്ഷണം തന്നെ, പക്ഷെ ഒരു സന്തോഷം, അവരവിടെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നല്ല മനുഷ്യർ. ഞാനൊരു സഞ്ചാരി ആണെങ്കിൽ പോലും അവരെന്നെക്കാട്ടി വലിയ സഞ്ചാരികളാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് 2 പേര് അവരുടെ ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവർക്ക് അവിടെ ജീവിച്ചാൽ ഈ ആടിനെ കൊണ്ട് പുല്ല് അവിടെയാണ് കിട്ടുക, നല്ല പുല്ല്. ഈ ആടിനൊക്കെ ബേഡ ബക്ര എന്ന് പറയും, ചെമ്മരി ആടിന. ഈ ചെമ്മരിയാട് താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ രോമം എടുത്തിട്ടാണ് ഇവർ കമ്പിളി ഉണ്ടാക്കുന്നതും. പിന്നെ മട്ടനാണ്, അതിനെല്ലാം ഗ്രാമത്തിൽ വിറ്റിട്ടാണ് തിരിച്ചിറങ്ങുക. ആ തിരിച്ചിറങ്ങുന്ന പോക്കിൽ അവർ 2 ലക്ഷം 3 ലക്ഷം രൂപ ഉണ്ടാക്കും കേട്ടോ. കാരണം അത്രമാത്രം ആടുകളെയും അതിൻ്റെ കൂടെ കീടാജടിയും കൂടി എടുത്തിട്ടാണ് അവർ തിരിച്ചിറങ്ങുന്നത്. അവിടെ തന്നെ ജീവിതം പഠിക്കുകയും ചെയ്തു, മനുഷ്യനെ കുറിച്ച് അറിയുകയും ചെയ്തു. ആ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചായിരുന്നു. ഒരു നദി ഒഴുകി പോകുന്ന കാഴ്ച, അവിടുത്തെ പച്ചപ്പ്, പൂക്കള്, മഞ്ഞുമലകൾ, ഭയങ്കര ശാന്തമായിരുന്നു. കാറ്റിനൊക്കെ എന്ത് സന്തോഷമുണ്ടെന്ന് അറിയാം. ഇപ്പം കീടാജടിയെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദിക്കാം, വിലപിടിപ്പുള്ള, സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ള, അത്രയും മതിപ്പുള്ളത്, അപ്പം നേരിട്ട് കാണുന്നു, അപ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് ഇതിന്റെ ഒരു വാല്യൂ. സ്വർണത്തിൻ്റെതായ വിലയുണ്ട്. പക്ഷെ സ്വർണത്തെക്കാൾ വിലയുണ്ടെന്ന് കീടാജടിക്ക് പറയാൻ കാരണം, സ്വർണം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ സ്വർണം കൊണ്ട് നമുക്ക് വീട് വെക്കാൻ സാധിക്കും, അത് വിറ്റിട്ട് സ്ഥലം വാങ്ങിയെടുക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നല്ല ഭക്ഷണം വേണം, നല്ല ഓക്സിജൻ വേണം. കീടാജടിക്ക് മനുഷ്യൻ്റെ ആരോഗ്യത്തെ കൊണ്ടുവരാൻ സാധിക്കും, ഒരു ഉന്മേഷം കൊണ്ടുവരാൻ സാധിക്കും. കീടാജടി എന്ന് പറയുന്നത് യാർസ ഗുംബ എന്ന് പറയുന്നത് ഒരു 3500 മീറ്റർ 4000 മീറ്റർ ഹിമാലയത്തിൽ കിട്ടുന്ന ഒരു പ്രകൃതിദത്ത അത്ഭുതമാണെന്ന് പറയാം. അപൂർവമായിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ ഒരു ഫംഗസാണ്, ഒരു ഗോസ്റ്റ് മൗത്ത് എന്ന് പറഞ്ഞൊരു ഹിമാലയത്തിൽ പുഴുവുണ്ട്. ഈ പുഴുവിന് കാച്ചർ ഫില്ലർ എന്ന് പറഞ്ഞ ഫംഗസ് ഉണ്ട്. ഈ ഫംഗസ് ബാധിക്കുമ്പോൾ പിന്നെ അതിൻ്റെ സംയുക്തമായിട്ടാണ് ഈ ഒരു യാർസ ഗുംബ രൂപപ്പെടുന്നത്. ആ പുഴുവിൻ്റെ തലയിലൂടെ, പുഴു മരിച്ചു കഴിഞ്ഞിട്ട് തലയിലൂടെ തണ്ട് വരും. അതാണ് ഈ യാർസ ഗുംബ എന്ന് പറയുന്നത്. ഇത് ഗ്രാമവാസികൾക്ക് മാത്രം എടുക്കാൻ പറ്റും. ഇവിടെ ഏത് ഗ്രാമവാസികളാണോ താമസിക്കുന്നത് ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് മാത്രമാണ് ആ യാർസ ഗുംബ എടുക്കാനുള്ള അവകാശമുള്ളൂ. പുറത്തുനിന്ന് ഒരാൾക്കത് എടുക്കാൻ സാധിക്കില്ല. 1 കിലോക്ക് 13-15 ലക്ഷത്തോളം ഉണ്ട്. നേപ്പാളിൽ 25 ലക്ഷം രൂപയാണ് വില വരിക. അത് കറൻസി ഡിഫറൻറ്റ് ഉണ്ട്. ഇന്ത്യയിൽ 13-14 ലക്ഷം. പക്ഷെ അതിൽ വേറൊരു സങ്കടമുള്ള കാര്യം, ഈ എടുക്കാൻ പോകുന്ന ഗ്രാമവാസികൾക്ക് അതിൻ്റെ മൂല്യം അറിയത്തില്ല. ഇവർക്കറിയാം ഇതിന് ഇത്ര പൈസയുണ്ട്, പക്ഷെ ഒരിക്കലും അവർക്ക് ആ പൈസ കിട്ടില്ല. അവർക്ക് കിട്ടുന്ന 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മാത്രമാണ് കിട്ടുക. ബാക്കി ഇടനിലക്കാരെ കൊണ്ടുപോകും. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരിലേക്കാണ് ആ പൈസ മുഴുവനും പോവുക.
അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. പക്ഷെ അവരെ ഹാർഡ് വർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അത് എടുക്കണമെങ്കിൽ അവർ അവിടെ പോയി ടെൻ്റ് അടിക്കണം. ആ ഹിമാലയം എന്നൊക്കെ പറയുമ്പോൾ 4000 മീറ്ററൊക്കെ പോയി കൊടും തണുപ്പിൽ -30-20 സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതും ഒരു കുന്ന് വഴിയില്ലാത്ത സ്ഥലത്ത് അള്ളി പിടിച്ചിട്ടൊക്കെ ഇവർ കയറി പോവുക. ഇപ്പോൾ അത് കുറഞ്ഞ് കിട്ടില്ല. കാരണം ഗ്രാമവാസികൾ അറിഞ്ഞു, അവർ ഒരു കുടുംബക്കാർക്കും കൂടി കൊണ്ടുവരാം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. വേറെ കുടുംബത്തിൽ വരാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർ മോനുണ്ട്, അവർ അനിയനും കൂട്ടി പോവാം. ഇപ്പോൾ ആൾക്കാർ കോമ്പറ്റീഷനാണ്, ഇതെടുക്കാൻ പോകാൻ വേണ്ടി മത്സരമാണ്. അതുകൊണ്ട് ഇപ്പം കിട്ടൽ കുറഞ്ഞു ആൾക്കാർക്ക്. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. അതിന്റെ വീഡിയോകളിൽ ഇങ്ങനെ തൊട്ട് തൊഴുതിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ പറിച്ചെടുക്കുന്നത് അതെന്താ വിചാരിച്ചാൽ അവർ ജീവിതം മാറ്റിമറിച്ചത് അതുകൊണ്ടാണ്, അവർ വീട് വെച്ചത് അതുകൊണ്ടാണ്, അവരെ കുട്ടികളെ പഠിപ്പിച്ചത് കൊണ്ടാണ്. ഒരു പുല്ലിൻ്റെ ഇടയിലൊക്കെയാണ് കിട്ടുക ഈ അർസകുംബ അല്ലെങ്കിൽ കീടാജെടി എന്ന് ഹിന്ദിയിൽ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വർണ്ണത്തെക്കാൾ വാല്യൂ ഉണ്ട്. മനുഷ്യന് അത്രമാത്രം ബോഡി ചൂട് കൊണ്ട് തണുത്ത പ്രദേശങ്ങളിൽ ഇതുകൊണ്ട് മരുന്നുകൾ ഉണ്ടാക്കും. അവിടുത്തെ ആൾക്കാർ കള്ളിലൊക്കെ ഇട്ടിട്ട് കുടിക്കുക, മദ്യത്തിലൊക്കെ. അവിടെ മദ്യത്തിന് രക്ഷി എന്നൊക്കെ പറയും, ലോക്കൽ ചാരായത്തിനൊക്കെ അതിലിട്ട് കുടിക്കും. അങ്ങനെയൊക്കെ അവർ ജീവിക്കും. വിക്കലാണ് പ്രധാനപ്പെട്ട ജോലി. അതിൻ്റെ കൂടെ ഗന്ത്രാണി എന്ന് പറയുന്ന ഒരു മെഡിസിൻ, ഒരു വേരാണ് ഹിമാലയത്തിൽ കിട്ടുന്നത്. ആ വേരിന് ഭയങ്കര പവറാണ്. നമ്മുടെ കൊളസ്ട്രോളൊക്കെ ഇല്ലാണ്ടാക്കുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണോ അറിയില്ല. ആ വേര് ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ള വെള്ള തണ്ട് കിട്ടും, അത് കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ്. പിന്നെ തുറു ചൂക്ക് എന്ന് പറയുന്ന ഒരു കായ്, നമ്മുടെ ചെക്കിപ്പഴമൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ സാധനം, പക്ഷേ ചെക്കിപ്പഴമല്ല. ഒന്ന് വായിലിട്ട് അതിനത്രയും പുളിയാണ്. ഷുഗറിന് ഇല്ലാണ്ടാക്കും. നമ്മുടെ മനുഷ്യൻ്റെ ബോഡിയിലെ ഷുഗറിന് ഇല്ലാണ്ടാക്കാൻ തുറു ചൂക്കിന് സാധിക്കുമെന്ന് ഗ്രാമവാസികൾ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവിടുത്തെ ആൾക്കാർ അതിൻ്റെ പുളിപ്പ് കാരണം പഞ്ചസാര ഇട്ടിട്ടാണ് അത് അച്ചാറാക്കുക. അത് കിട്ടൽ ഇതുണ്ട് കേട്ടോ. ഹിമാലയത്തിലൊരു ഗ്രാമം ഉണ്ടെങ്കിൽ ആ ഹിമാലയത്തിലുള്ള പട്ടണത്തിലെ ആൾക്കാർക്ക് തുറു ചൂക്ക് ഇല്ല. ഈ ഗ്രാമത്തിൽ വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് വിൽക്കും. ഒരു കിലോ ഒക്കെ 3000-നും 4000-നും വിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് അതിൻ്റെ ടേസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അതൊരു കായാണ്. ഗ്രാമങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കാണാം, ഒരു പായ് വിരിച്ച് അവർ ഉണക്കാനിട്ടിട്ട് തുറു ചൂക്ക്, ഗന്ത്രാണി, ഈ കാര്യങ്ങളൊക്കെ. അതാണല്ലേ വീട്ടിലേക്ക് കൊണ്ടുവന്നേ. അതിന് അച്ചാറ് വീട്ടിലേക്ക് അയച്ചു. അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ സ്മെല്ല് മണക്കുന്നത്. ഞാൻ പറഞ്ഞു മോശമായിട്ടില്ല, അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നമുക്കത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. വേറെ എന്തൊക്കെ അങ്ങനെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓരോ നാട്ടിൽ പോയിട്ട്? നമ്മുടെ കൾച്ചറൽ ഡ്രസ്സ് ഉണ്ട്, തൊപ്പി, നമ്മുടെ ഷാള്, ഷോക്സ് ഒക്കെ പറഞ്ഞ അടിപൊളി ഷോക്സ്. ഇവര് അമ്മമാര് ഒരു ഷിലായി എന്ന് പറയും. ഈ ഒരു സാധനമാണ് ഒരു ഇതാണ് അല്ല എന്താണ് ഒരു നമ്മുടെ ഇതില്ലേ സൂചി എന്ന് പറഞ്ഞാൽ വലിയ അതുകൊണ്ട് ഇങ്ങനെ ആക്കും നൂല്. അമ്മമാർ ഇങ്ങനെ ഇരിക്കും. ഇവർ കൈ വെറുതെ ഇരിക്കത്തില്ല. വെറുതെ ഇരിക്കുന്ന സമയത്ത് TV കണ്ടോണ്ട് ഇവരിങ്ങനെ ഈ നൂല് കോർക്കും. എന്നിട്ട് ഷോക്സുകൾ ഉണ്ടാക്കും, തൊപ്പികൾ ഉണ്ടാക്കും. ഈ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ നമ്മുടെ ബേഡ ബക്കറയാണ്, ചെമ്മരിയാടിന്റെ ആണ്. ഇവര് ഈ നൂലിന് കളർ ഉണ്ടാക്കുന്നത് പൂക്കൾ കൊണ്ടാണ്. നമ്മുടെ ഉത്തരാഖണ്ഡിലെ സ്റ്റേറ്റ് ട്രീ ആണ് റോഡോഡെൻഡ്രോണിന്റെ മരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാലി ഗുരാഷ് എന്ന് പറയും. തൊട്ടടുത്തുള്ള രാജ്യമാണ് നേപ്പാളിലെ നാഷണൽ ഫ്ലവർ ആണ് റോഡോഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അതിന്റെ പൂക്കൾ കൊണ്ടാണ് ഇവര് കളർ ഉണ്ടാക്കുന്നത്. 3 കളർ ഉണ്ടാവും. അതുകൊണ്ട് കളർ ചേർക്കും. കൂടാതെ മറ്റുള്ള പൂക്കൾ കൊണ്ട് റോസൊക്കെ കിട്ടും. നമ്മളൊക്കെ കടകളിൽ പോയിട്ട് റോസ് വാങ്ങുന്നത്, പൂക്കൾ വാങ്ങുന്നത്. ഇവരുടെ നാട് മൊത്തം പൂക്കളാണ്. ഒരാളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സന്തോഷം കിട്ടുന്നത് ഈ പൂക്കൾ കൊണ്ടാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നത്, കളർ ചേർക്കുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതും ഒരു വ്യത്യസ്തമായ രീതി. പഴയ ഒരു രീതിയിൽ ആൾക്കാർ ഇന്നും ജീവിച്ചു പോകുന്നു. അത് അവർക്ക് സന്തോഷം നൽകുന്നു. മനുഷ്യനായി ഇന്നും മനുഷ്യൻ ജീവിക്കുന്നു. ഒരു സമാധാനം നൽകുന്നു. സമാധാനമാണ് അവരുടെ നാട്. ഹിമാലയത്തിന്റെ അവിടെ പ്രദേശങ്ങളിൽ വരെ പോയി ടെന്റ് അടിച്ച് ഒറ്റയ്ക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ടെന്റ് ഒക്കെ അടിക്കുമ്പം എന്തൊക്കെയാ ശ്രദ്ധിക്കുന്നത്? കുക്കിംഗ് എങ്ങനെയാ പഠിച്ചേ? അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ചെറുപ്പത്തിലെ പഠിച്ചതാണ്. കാരണം നമുക്ക് ഫാമിലിയുടെ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. തക്കാളി കറിയും ചോറും നോർമൽ ആക്കി കഴിക്കുന്നത്. അപ്പൊ അവിടെ പോയപ്പോഴും അത് ഞാൻ ശീലാക്കി. ഇത് ടെന്റ് അടിക്കാൻ എന്താണ് റിസ്ക് ആണ്. ഒരു സ്ഥലം കണ്ടെത്തി കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതുപോലെ സാധനങ്ങൾ കൊണ്ടുവരണം. 10-15 ദിവസം ട്രെക്കിംഗ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ക്യാരി ചെയ്യണം. അപ്പം അതിൻ്റെതായ ഭാരവും കാര്യങ്ങളൊക്കെ കൂടും. എന്തൊക്കെ ഉണ്ട് ചിത്രൻ്റെ ട്രാവൽ ബാഗിൽ? എൻ്റെ ബാഗിൽ ഞാനിപ്പം ലാസ്റ്റ് വന്നത് നമ്മുടെ കേരളത്തിലേക്ക് വന്നത് ജോഹാർ വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഉത്തരാഖണ്ഡിലെ. ഒരു വലിയൊരു ഇന്ത്യയിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ നന്ദദേവി പർവ്വതത്തിൻ്റെ നാടാണ് ജോഹാർ വാലി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഗൗരി ഗംഗ നദിയുടെ ഉത്ഭവസ്ഥാനമായ മിലങ് ഗ്ലേസർ ഉള്ളതും ഈ ജോഹാർ വാലിയിലാണ്. അവിടെയായിരുന്നു എൻ്റെ 10 ദിവസത്തെ ട്രെക്കിങ്. 44 കിലോ ഭാരം ഉണ്ടായിരുന്നു സാധനങ്ങൾക്ക്. പെട്രോൾ ഇമ്പോർട്ടൻ്റ്. എൻ്റെ മൾട്ടി ഫ്യൂൽ സ്റ്റൗ എന്ന് പറയും. അതിൽ മണ്ണെണ്ണ ഒഴിക്കുക, ഡീസൽ ഒഴിക്കുക, പെട്രോൾ ഒഴിക്കുക.
പെട്രോൾ മാത്രമേ ഞാൻ 8 ലിറ്ററോളം കയറി ചെയ്തായിരുന്നു, 8-7 ലിറ്ററോളം. പെട്രോൾ എത്രത്തോളം കയറി ചെയ്യുന്ന ആ ഭാരം എക്സ്ട്രാ കൂടും എൻ്റെ അടുത്ത്. അതിലൂടെ അരി കയറി ചെയ്യണം, 10 ദിവസത്തിലെ അരി വേണം, 2-3 കിലോ അരി വേണം, പച്ചക്കറി വേണം, ഓയിൽ വേണം, ഇതിലൊക്കെ എക്സ്ട്രാ ആയിട്ട് ഭാരം വരും. അങ്ങനെയൊക്കെയാണ് ഭാരം കൂടുന്നത്. ഇത് ഫുഡ് ഐറ്റംസ് മാത്രമാണ്. അതിൻ്റെ കൂടെ എൻ്റെ ടെൻറ്റ് ഉണ്ടാകും, 2 ടെൻറ്റ് ഉണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ വേറൊരു ടെൻറ്റ്, എനിക്ക് കിടന്നുറങ്ങാൻ വേറൊരു ടെൻറ്റ്. അങ്ങനെ ഞാൻ കയറിയത് കൊണ്ടുപോവാം. പിന്നെ പാത്രങ്ങൾ, ടോർച്ച്, പവർ ബാങ്ക്, ലാപ്ടോപ്പ്, ക്യാമറ, അതിൻ്റെ സ്റ്റാൻഡ്, ഇതെല്ലാം വരുമ്പോഴാണ് ഭാരം കൂടുന്നത്. എൻ്റെ ബാഗ് തന്നെ വലിയൊരു ബാഗാണ്. ഏകദേശം ടോട്ടൽ എന്നാലും ഒരു എത്ര കിലോ വരും? എൻ്റെ നോർമൽ ബാഗ് മാത്രമായിട്ട് 32 കിലോളം ഭാരം വരും. ഇതിനകത്ത് ടെൻറ്റും നമ്മുടെ ക്യാമറ സ്റ്റാൻഡും ഇങ്ങനെയുള്ള സാധനം വരുമ്പോഴാണ് ഭാരം കൂടുന്നത്. എക്സ്ട്രാ ഭാരം വരുന്നത് ഞാൻ പറഞ്ഞ ഫുഡില്ലേ, എത്രത്തോളം ഭക്ഷണ സാധനങ്ങൾ ക്യാരി ചെയ്യുന്നോ അത്രത്തോളം ഭാരം കൂടും. കുടിവെള്ളം ഞാൻ 1 ലിറ്ററോളം സ്റ്റോക്ക് ചെയ്യത്തുള്ളൂ, കാരണം പോകുന്ന വഴിയിലൊക്കെ നല്ലപോലെ വെള്ളം കിട്ടും. ചിത്രൻ ഇത്രയും അടുത്ത് പോയി ടെൻ്റ് അടിച്ച് താമസിക്കുന്നുണ്ട്, എവിടെയെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? ധാരാളം സ്ഥലങ്ങളിൽ ടെൻ്റ് അടിച്ച സമയത്ത് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു കാര്യം ചെറിയ കോമഡി കൂടിയാണ്. ഞാൻ ഏകദേശം ഒരു 8 മണിക്കൂറോളം ട്രെക്ക് ചെയ്ത് പോയിട്ട് എനിക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള ലൈറ്റർ എടുക്കാൻ ഞാൻ മറന്നുപോയി. തീപ്പെട്ടിയില്ല കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ചത് എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എൻ്റെ യാത്രയിൽ. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, ടെൻ്റ് അടിച്ച സമയത്ത് തന്നെ നല്ലപോലെ മഞ്ഞ് വീണ സമയത്ത് മഞ്ഞ് വീണിട്ട് ടെൻ്റ് കീറി പോയിട്ട് അങ്ങനെ ഒരു ദിവസം മൊത്തം തണുപ്പത്ത് കിടന്നുറങ്ങേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത് ആദ്യം സുഹൃത്ത് വാങ്ങി തന്ന ടെൻ്റായിരുന്നു അല്ലേ? കൂട്ടുകാർ, അത് ചെറിയൊരു ടെൻ്റാണ്, പക്ഷെ അതുകൊണ്ടാണ് കുറേ നാൾ ഞാൻ ടെൻ്റ് അടിച്ച് യാത്രകൾ ചെയ്തത്. പക്ഷെ ഓരോ സ്ഥലങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നല്ല തണുത്ത പ്രദേശത്താകുമ്പോൾ നമ്മൾ ചെറിയ പൈസന് ടെൻറ്റ് വാങ്ങിയിട്ട് പോയാൽ അപകട സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഒരു സമയത്ത് മഴ പെയ്ത സമയത്ത് എൻ്റെ ടെൻറ്റിൻ്റെ അടിയിലൂടെ ഒരു നദി പോകുമായിരുന്നു. എന്നെ നദിക്ക് മുകളിലായിരുന്നു കിടന്നുറങ്ങുന്നത് രാത്രി മുഴുവൻ, ഇടിയും മിന്നലൊക്കെ ആയിട്ട്. പിന്നെ ടെൻറ്റിന് ആണി ഉണ്ടല്ലോ, ചില സമയങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് പോകും. അങ്ങനെ ആണി മറന്നു പോയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പാറിപ്പോകുന്ന ടെൻറ്റ് പാറിപ്പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ അപകടമാണ്. പക്ഷെ നമ്മളത് എല്ലാം കാര്യമായിട്ട് ചെയ്യണം. കുറേ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം മിസ് ചെയ്ത് പോകും. ഒരു സ്ഥലത്ത് വെച്ചിട്ട് മറന്നു പോകുന്ന അവസ്ഥ, രാത്രി കാലങ്ങളിൽ ടോർച്ച് ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ആയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പവർ ബാങ്ക് ഉണ്ട്, ഫോൺ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? ഗ്രാമങ്ങളിൽ സോളാർ കണക്ഷനാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അടുത്ത സോളാർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുക. പവർ ബാങ്ക് 2 പവർ ബാങ്ക് കൂടി ഏകദേശം ഒരു 4-3 ദിവസം കിട്ടും. അത് കഴിഞ്ഞാൽ ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വീഡിയോസ് ഒന്നും എടുക്കില്ല. സാധാരണ പോയി യാത്ര കണ്ട് തിരിച്ചു വരും. ഡയറിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണ് ചെയ്യുക. ഇത്രയും സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ഇവിടെ നാട്ടിലേക്ക് വരുമ്പോൾ ഏതൊക്കെ മുഖങ്ങളാണ് മനസ്സിലുള്ളത്? ഞാൻ ഈ ഒരു യാത്ര ചെയ്തല്ലോ, ഏകദേശം 3 വർഷത്തോളമായി ഈ ഒരു യാത്ര. 2022 നവംബർ 1 കേരള പിറവിക്ക് തുടങ്ങിയ യാത്ര 2025 നവംബർ 1 തിരിച്ചു വന്നത്. ആ സമയത്ത് തിരിച്ചു വന്ന് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്ത് നിന്നു. അവിടുത്തെ മുനിഷാരി എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്, നല്ല മനോഹരമായ ഗ്രാമം. അവിടുത്തെ ഗ്രാമവാസികളെ പോലെ തന്നെയായിരുന്നു അവിടുത്തെ ആ ഒരു സ്ഥലങ്ങളും അത്രമാത്രം ഭംഗിയുള്ളതാണ്. സാധാരണ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മേനോടൊക്കെ യാത്ര പറഞ്ഞ് പോകാനായിരുന്നു ബുദ്ധിമുട്ടുണ്ടായത്. കുറേ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ തരണം ചെയ്തു. തിരിച്ചു വരുമ്പോൾ എനിക്ക് അതായിരുന്നു ബുദ്ധിമുട്ട്. അവിടുത്തെ ആൾക്കാർ പിരിഞ്ഞു വരുമ്പോൾ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അവിടുത്തെ ഒരു ഹോം സ്റ്റേയിൽ ഒരാളുണ്ടായിരുന്നു, ഒരു ബൽദാബായി എന്ന് പറഞ്ഞൊരാൾ, നന്ദ ദീദി, ഇവരൊക്കെ ഒന്നും മനസ്സിലുണ്ട്. കാരണം ഞാൻ പോകുമ്പോൾ ഒരു കരനായിരുന്നു. എനിക്ക് ഒരു ഭക്ഷണം സാധനങ്ങൾ തന്നു, വീട്ടിലേക്ക് അയച്ചു കൊടുക്കേണ്ട ഫുഡ് ഐറ്റംസ് അവർ പാക്ക് ചെയ്ത് തന്നു. ഇവിടെ അവിടുത്തെ കൾച്ചർ ഫുഡൊക്കെ ഉണ്ടല്ലോ, മോശമായി പോകാത്ത ഉപ്പിലിട്ട് വെക്കുന്ന സാധനങ്ങളൊക്കെ, അതൊക്കെ എനിക്ക് തന്നു. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഞാൻ പോകുന്നതിൽ അവർ വിഷമിച്ചായിരുന്നു. ഒരു നാട്ടിലെ ഏകദേശം 100-200 ആൾക്കാരോളം, അത്രത്തോളം ആൾക്കാരുമായി ഞാൻ ഇടപഴകിയായിരുന്നു. 3 മാസത്തോളം ഒരു ഗ്രാമത്തിലായിരുന്നു. മഴ കാരണം ലോക്കായതാണ്. അതൊക്കെ ഒരു ഓർമ്മകളാണ്. ഇനിയും ജീവിതത്തിൽ ഞാൻ പോകുന്നുണ്ടെങ്കിൽ അവരൊന്നുകൂടി പോയി കാണും. ചിത്രം 3 വർഷമായിട്ട് യാത്രയിലായിരുന്നു. അപ്പൊ ഏറ്റവും വിങ്ങൽ തോന്നിയ അല്ലെങ്കിൽ വിഷമം തോന്നിയ, അങ്ങനെ ഓർക്കുന്ന എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? ധാരാളം വിഷമമുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് അരുണാചൽ പ്രദേശിലെ അനിനി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അനിനി എന്ന് പറയുന്നത് പ്രകൃതി ഭംഗിയാൽ സുന്ദരമായ ചൈന ബോർഡറിനരികിൽ വരുന്നൊരു സ്ഥലമാണ്. ഞാൻ അവിടെ താമസിക്കുന്ന ഒരു വീട്ടിലാണ്. ഒരു പോലീസുകാരനാണ്. അവർക്ക് 3 അനിയത്തിയുണ്ട്, അവരുടെ ഭാര്യ, ഒരു 3 കുഞ്ഞുങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരു 5-6 ദിവസം താമസിച്ചു. അതിൽ 7ാമത്തെ ദിവസമാണ് അവരുടെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു അസുഖം വന്നു. ഞാൻ പറഞ്ഞു പോലീസുകാരൻ്റെ ഭാര്യയ്ക്ക് അസുഖം വന്നിട്ട് പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. അനിയിൽ നിന്ന് റോയിങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവർക്ക് പോകേണ്ടത്. ദിബാങ് വാലി എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ അനിനി വരുന്ന സ്ഥലം വരുന്നത്. ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ഒരു 2-3 ദിവസം അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2-3 ദിവസം കഴിഞ്ഞിട്ട് അവർ മരിച്ചു എന്ന് പറഞ്ഞു എന്നോട്. അവരുടെ ഭാര്യ, അത് ചെറിയൊരു ഏജ്, 23 വയസ്സേ ഉള്ളൂ. 23 വയസ്സുള്ള ആൾ പെട്ടെന്ന് മരിച്ചു പറയുമ്പോൾ ഞാൻ വളരെ ഷോക്കായി. കാരണം അവരെനിക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട്, അവരുടെ കൂടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ ഷെയർ ചെയ്തിട്ടില്ല, കാരണം അത് കാണുമ്പോൾ വീണ്ടും വിഷമാവുമല്ലോ. എന്നിട്ട് എനിക്ക് പിന്നെ അവരുമായിട്ടുള്ള കണക്ഷൻ പോയി. ആ വീട്ടിൽ നിന്ന് എനിക്ക് മാറേണ്ടി വന്നു. അവർ തന്നെ എനിക്ക് അവരുടെ ബന്ധു വീട്ടിലേക്ക് താമസം തന്നു. പിന്നെ ഒരാഴ്ചയിൽ അവരെന്നോട് മിണ്ടാനൊന്നും വന്നില്ല. കാരണം അവരവരുടെ തിരക്കായി, വീട്ടിലെ ആൾക്കാർ വന്നു. അവിടുത്തെ ഗ്രാമവാസികൾ മൊത്തം വരും. ഒരു 100-300 ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം.
അപ്പോൾ എനിക്ക് അവരോട് കാണാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ. എന്നിട്ട് ഞാൻ അനിയന് തിരിച്ചു പോയിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ച് പറയുന്നത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി ജീവിതത്തിൽ, പെട്ടെന്നാണ് ഇതൊക്കെ ഉണ്ടായത്, നമുക്കാർക്കും പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ ആ ഒരു മനുഷ്യൻ നല്ലപോലെ പെട്ടെന്ന് ഡിപ്രഷനായി, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ആൾ പെട്ടെന്ന് തളർന്നു പോയൊരവസ്ഥ. ഇപ്പം എല്ലാവരും ഓക്കെ ആയി വരുന്നത്. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് താമസിച്ചെടുക്കുന്ന ഒരാൾ മരിച്ചു എന്ന് പറയുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ മുമ്പ് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന പറയാറില്ലേ, അതുപോലെയായിരുന്നു അവിടുത്തെ വിഷമമുള്ളൊരു സിറ്റുവേഷൻ. അത് മുന്നോട്ട് കടന്നു പോകാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ഈ ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ കുറേ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ നടന്ന് മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാനിലൊക്കെ നടന്നു പോകുമ്പോൾ ഈ ഹോട്ടലിൽ കയറുമ്പോൾ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മണ്ണാണ്, എൻ്റെ ബാഗ് മണ്ണാണ്. എനിക്കൊരു ഹോട്ടലിൽ കയറി ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അടുത്തുള്ള ആൾക്കാരൊക്കെ എണീച്ച് പോയിട്ടുണ്ട് എന്നെ കണ്ടിട്ട്, എൻ്റെ വേർപ്പിൻ്റെ മണം കണ്ടിട്ട്, ഞാൻ എൻ്റെ കോലം കണ്ടിട്ട്. ഒരു വൃത്തി, സത്യം പറഞ്ഞാൽ എൻ്റെ കോലം അത്രയും മോശമായിരുന്നു ആ സമയത്ത്. വൃത്തിയൊന്നും ഇല്ലാത്ത ഒരാൾ. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, 100 രൂപ 200 രൂപ ഒക്കെ ഭക്ഷണം വാങ്ങാൻ സാധിക്കുമായിരുന്നു. എന്നിട്ട് പോലെ എനിക്ക് പുറത്ത് ഭക്ഷണം കൊണ്ട് തന്നിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അത് എനിക്ക് എന്നും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം ഒരു മനുഷ്യനോട് ഒരിക്കലും ഭക്ഷണത്തിൻ്റെ പേരിലോ വസ്ത്രത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ ഒരിക്കലും കളിയാക്കാൻ പാടില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, എത്ര നാൾ ജീവിക്കുന്ന പോലും നമുക്കറിയത്തില്ല. അത് ഇന്നൊരു ഓർമ്മയാണ്. അതൊക്കെ ഞാൻ പഠിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരോടും ഒരുപോലെ പെരുമാറാൻ ജാതി മത വ്യത്യാസമില്ലാതെ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പം ഭക്ഷണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുക, എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലെ അനുഭവങ്ങളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. ഭക്ഷണമൊന്നും ഇല്ലാതെ ദിവസങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കേണ്ടി വന്നു എന്ന്. എത്രത്തോളം കഷ്ടമായിരുന്നു അത്? കഷ്ടത്തിനൊരു കാരണം കൂടിയുണ്ട്. ഈ ഭക്ഷണത്തിൻ്റെ പ്രശ്നം പറഞ്ഞില്ല മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ. അതിൻ്റെ കാരണം എന്താ വിചാരിച്ചാൽ, ഈ ലോകത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ കൂടുതൽ പൈസ വരുന്നൊരു ട്രെക്കിംഗ് ട്രയൽസ് കൂടിയാണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ്. ടോപ്പിലൊക്കെ ഏകദേശം ഒരു ഗൊറക്ഷേപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ലാസ്റ്റ് വില്ലേജ് നല്ലൊരു ഹോട്ടൽ വരുന്ന സ്ഥലം. അത് കഴിഞ്ഞ് ബേസ് ക്യാമ്പും പിന്നെ സമ്മിറ്റ് പോകുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള സ്ഥലമാണ്. 3000 രൂപയ്ക്കാണ് ഒരു ദാൽ ചാവലിന് വരുന്നത്. ഒരു നേരത്തെ ചോറും കറിക്ക് 2500 രൂപയാണ് വരുന്നത്. അത് നോർമലിന്. അതിൻ്റെ കൂടെ മട്ടനൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ. ഒരു ചായക്ക് 100 രൂപ 300 രൂപയ്ക്കാണ് ഓരോ സ്ഥലങ്ങളിൽ വരുന്നത്. അവിടെ ഇല്ലാത്ത ഭക്ഷണമില്ല. കാരണം വിദേശ സഞ്ചാരികളാണ് ഈ സ്ഥലത്ത് കൂടുതൽ വരുന്നത്. എല്ലാ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ഭക്ഷണം നമ്മൾക്ക് അവിടെ കിട്ടും. അതായത് നിങ്ങൾക്കൊരു ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് കിട്ടും, കോഫി വേണമെങ്കിൽ കോഫി കിട്ടും, പിസ്സ വേണമെങ്കിൽ പിസ്സ കിട്ടും. അതിനൊക്കെ എക്സ്ട്രാ ചാർജാണ്. നമ്മുടെ 50 രൂപേൻ്റെ ഒരു ഭക്ഷണം മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന യാത്രയിലാണെങ്കിൽ 1500 രൂപ നേപ്പാൾ പൈസയാകും. അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നുള്ള കാരണം എന്ന് വിചാരിച്ചാൽ, ഞാൻ മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ പോയത് ആരും പോകാത്തൊരു സമയത്താണ്. ഗവൺമെൻറ് ഓഫ് സീസൺ പ്രഖ്യാപിക്കുന്ന ഒരു സമയമുണ്ട്. ഡിസംബർ എന്ന് പറയുന്നത് അതിശൈത്യമാണ്. നമ്മുടെ നാട്ടിലേക്കും തണുപ്പ് വരുന്ന സമയത്ത് അവിടെയൊക്കെ -45 ആ സമയത്ത് സഞ്ചാരികൾ ആരും ഉണ്ടാകില്ല. പക്ഷേ ഗൈഡിനെ വെച്ച് പോകുന്ന വിദേശികളുണ്ട്. അതുകൊണ്ട് അത് എപ്പോഴും ഓപ്പൺ ആക്കും. നേപ്പാൾ ഗവൺമെൻറ്റിന് പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാ ട്രയൽസും, അതെ തീർച്ചയായിട്ടും ടൂറിസം മെയിൻ ബിസിനസ്സാണ്. അപ്പോൾ അതിന് വേണ്ടി ട്രയൽസ് എപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഗൈഡിനെ വെച്ച് പോകാൻ സാധിക്കില്ല. 3500 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ടും നേപ്പാളിലൂടെ 1 വർഷത്തോളം യാത്രകൾ ചെയ്യുന്നത് കൊണ്ടും അവരത് അനുവദിച്ചു. ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഓരോ ഗ്രാമങ്ങളിലും ഒരു ഹോട്ടൽ ഉണ്ടാവും. ആ സമയത്ത് 1-2 ഹോട്ടൽ മാത്രം. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അവരവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൊടുമുടി മാത്രമല്ല അവിടെ ഉള്ളത്. ലോകത്തിലെ ഉയരം കൂടിയ 10 കൊടുമുടികളൊക്കെ വരുന്നത് ഈ ഒരു സ്ഥലത്ത് മാത്രമായിട്ടാണ്. കുംഭു പസാങ് ലാമു റൂറൽ മുനിസിപ്പാലിറ്റി എന്നാണ് ഈ ഒരു സ്ഥലത്തെ പറയുന്നത്. നമ്മുടെ മലയാളികളും ടൂറിസ്റ്റുകളുമാണ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും മൗണ്ട് എവറസ്റ്റിൻ്റെ പേര് നേപ്പാളിൽ സാഗർമാത എന്നാണ്. ടിബറ്റിൻ്റെ ബോർഡറിൽ വരുന്നതുകൊണ്ട് ചോംലോങ്മ എന്ന് പറയും. കുംഭു റീജിയനിലെ ആൾക്കാർ ചോംലോങ്മ ബേസ് ക്യാമ്പ് എന്നാണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിനെ പറയുന്നത്. ഈ 3 പാസ് ട്രെക്കിംഗ് ഉള്ളതും ഈ മൗണ്ട് എവറസ്റ്റ് യാത്രയിൽ തന്നെയാണ്. അമ്മദബൽ എന്ന് പറഞ്ഞ കൊടുമുടി കാണാൻ പോകുന്നതും ഈ ഒരു ബേസ് ക്യാമ്പ് യാത്രയിലാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾക്ക് അത്ര പൈസ വരുന്നത്. ഷേർപ്പമാർ 80-100 കിലോ എടുത്തു വരുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ ദൂരെ നിന്നും എത്രയോ കിലോമീറ്റർ താണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് പൈസ കൂടുന്നത്. നമ്മളോട് ഓവർ ചാർജ് എടുക്കുന്നതല്ല. ഒന്ന് വിദേശികൾ വരുന്നതിൻ്റെ കാരണത്താലും ഉണ്ട്. പക്ഷേ ഷേർപ്പമാരുടെ അധ്വാനം ചെറിയ കാര്യമല്ല. അതിൻ്റെ പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തൊക്കെയാണ് ഇവർ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ വെറുതെ ചോദിച്ചതാണ്. നമ്മൾ ഗൊറക്ഷേപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്യാസും കുറ്റി കൊണ്ടുവരുന്നത് 25,000 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഭക്ഷണത്തിന് എത്രമാത്രം ചാർജ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് പൈസ കൂടുതൽ വരുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അത് മാത്രം കഴിച്ചു. പിന്നെ ഗ്രാമവാസികൾ എന്നെ കൈവിട്ടില്ല. എല്ലാവരും എന്നെ സഹായിച്ചു. 2000 രൂപേൻ്റെ ഭക്ഷണമൊക്കെ എനിക്ക് 200 രൂപ അവർ തന്നായിരുന്നു. പക്ഷേ ഇപ്പോഴും അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അതൊക്കെ സഹിച്ചിട്ടാണ് ഞാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ലൊബോച്ചെ, ഇവിടെ വെച്ച് തിരിച്ചു പോയാലോ എന്നൊക്കെ ചിന്തയുണ്ടായിരുന്നു എനിക്ക്. ഇതൊക്കെ നിർത്തിയിട്ട് തിരിച്ചിറങ്ങിയാലോ. കാരണം ഭക്ഷണം ഇല്ലാണ്ടാകുമ്പോൾ എൻ്റെ മുഖമൊക്കെ വളറി, കവളൊക്കെ ഒട്ടി, എൻ്റെ നല്ല ശരീരത്തിനൊക്കെ പ്രശ്നം വന്നു തുടങ്ങി. തണുപ്പടിച്ചിട്ട് എൻ്റെ കൈയും കാര്യങ്ങളൊക്കെ മരവിച്ച്, മുഖത്തിന് ചോര വരുന്നത് കട്ടി പിടിച്ചിട്ട്, മൂക്കിന് ചോര വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ടെറൈനാണ്, കോൾഡ് ടെറൈനാണ്. അപ്പുറത്ത് ടിബറ്റിൻ്റെ ബോർഡറൊക്കെയാണ് വരുന്നത്. വലിയ ഐസ് ഫാൾ ഉണ്ട്. അതായത് നമ്മുടെ കുംഭു ഐസ് ഫാൾ എന്ന് പറയും. വലിയൊരു മഞ്ഞിൻ്റെ ചെറിയ കുമ്പാരം പോലെ കാണും. അതൊക്കെ ഉള്ളത് ഈ ബേസ് ക്യാമ്പിൻ്റെ താഴെയാണ്.
ഞാൻ ആഗ്രഹം കൊണ്ട് ഒന്നും നോക്കാതെ കയറിപ്പോയി അവിടെ. നല്ല റിസ്ക് ആയിരുന്നു, അപകടമായിരുന്നു. ചിലപ്പോൾ മരിച്ചു പോകുന്നവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് മുന്നോട്ട് പോയ അപകടമല്ലേ. കാരണം ഒരു മുട്ട കഴിക്കണമെങ്കിൽ 100 രൂപ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതാണ് ആഗ്രഹമാണ്, എന്തായാലും ചെയ്യേണ്ടത്. ഇത്രയും ദൂരം വന്നിട്ട് ഞാൻ തിരിച്ചു പോയാൽ ഇത്രയും നാളും ചെയ്ത യാത്രക്ക് ഒരു വിലയില്ലാണ്ടായി പോകുന്നൊരു ചിന്ത വന്നു, കുറ്റബോധം വന്നു എനിക്ക്. അങ്ങനെ ഞാനത് കയറി ആ കുമ്പു ഐസ്ഫാളിൻ്റെ മുകളിലൂടെ നടന്ന് ഞാൻ അതിലൂടെ നടന്നൊക്കെ എക്സ്പീരിയൻസ് ഇപ്പോഴൊക്കെ ഓർത്തു വെക്കാൻ പറ്റും. അത്രമാത്രം ടഫായിരുന്നു. സാധാരണ ഈ ഒരു യാത്ര ആൾക്കാർ ചെയ്യുക ഫ്ലൈറ്റ് എടുത്തിട്ടാണ്. കാഠ്മണ്ഡുന്ന് ലൂക്ല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വരെ ഫ്ലൈറ്റ് വരും, തിരിച്ചും അതിലൂടെ പോകും. പിന്നെ ഗൈഡിൻ്റെ കൂടെ പോയി ഒരു 15 ദിവസത്തെ തീർക്കുന്ന ഒരു യാത്ര എനിക്ക് തീർന്ന് 38-36 ദിവസത്തോളം വേണ്ടി വന്നായിരുന്നു. അത് മറക്കാൻ പറ്റില്ല, ടഫായിരുന്നു. പക്ഷെ ആ സ്ഥലം കണ്ടു, അതിൽ വന്ന പട്ടിണി കാര്യങ്ങളൊക്കെ ഞാൻ സഹിച്ചു. പക്ഷെ ആ സ്ഥലം കണ്ട മെമ്മറീസൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പട്ടിണിയുമായി അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ഇത്രയും കടുത്ത തണുപ്പിനോട് ശരീരം റിയാക്ട് ചെയ്തത് ആദ്യം? പിന്നെ എന്തൊക്കെ ചെയ്തിട്ടാണ് ഒന്ന് ഓക്കെ ആയി വന്നത്? ആരോഗ്യം എങ്ങനെ സംരക്ഷിച്ചു? ആരോഗ്യ പ്രശ്നം മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ശരീരം നോക്കാൻ എനിക്ക് ആയിട്ടില്ല. ചില സമയത്ത് ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ് കൂടുതലും വരിക. പിന്നെ പനി പിടിക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങുകയും ചെയ്യും, ഹോസ്പിറ്റലിൽ പോലും പോകാറില്ല. പട്ടിയൊക്കെ മാന്തിയ സമയത്താണ് എനിക്കൊരു മാസത്തോളം പോയായിരുന്നു ഇഞ്ചക്ഷൻ കുത്തേണ്ട പ്രശ്നം വന്നിട്ട്. പട്ടി മാന്തി ഇഞ്ചക്ഷൻ തന്നെ കുത്തണമല്ലോ, പണി വരുമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനത്തെ ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ തളർന്ന് വീണിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ ഞാൻ തളർന്ന ഒരു സ്ഥലത്ത് ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ഇരുന്നുറങ്ങിയ ജീവിതത്തിൽ നിമിഷങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. തളർന്ന് വീണിട്ടുണ്ട്. പക്ഷെ അത് ആരും കൂടെ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ പറയും വേറെ എന്തെങ്കിലും പണിക്ക് പാടാം, നിനക്ക് എന്തിൻ്റെ ആവശ്യമാണ്, അതൊക്കെ പറയും. പക്ഷേ ഞാൻ എൻ്റെ സ്വപ്നത്തിന് വേണ്ടി കൈവിടാതെ ഓടിക്കൊണ്ടിരുന്നു ജീവിതത്തിൽ. 3 വർഷത്തോളം ഞാൻ അതിനു വേണ്ടി ഓടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങളെല്ലാം വന്ന് സംസാരിക്കുന്നത് പോലും. അത് എല്ലാവരും പറയാനുള്ള കാരണം അത് തന്നെയാണ്. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കണം ജീവിതകാലം മുഴുവനും. ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്കും കൈയടിക്കാൻ ആൾക്കാർ വരും, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ചിലപ്പോൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയേക്കാം, നിങ്ങളുടെ പ്രായം കൂടിപ്പോയേക്കാം. പക്ഷെ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഓടണം. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം. അവിടെ എന്താ ചെയ്ത? തണുപ്പ് ആദ്യം തണുപ്പിൽ വരുമ്പോൾ ബോഡി ഓക്കെ ആയിരിക്കില്ലല്ലോ. ഇല്ല. അപ്പൊ അതിപ്പോ എങ്ങനെയാ? പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം നിന്ന് യാത്ര ചെയ്യുന്നത് ഈ ഒരു ബേസ് ക്യാമ്പിലേക്കല്ല. ഞാൻ കടന്നു വന്ന സാഹചര്യങ്ങളൊക്കെ തണുപ്പിലൂടെയും ഒക്കെ സഹിച്ചിട്ടാണ്. ബോഡി ഓൾറെഡി അതിനൊക്കെ തരണപ്പെട്ടിരുന്നു. പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചാൽ ഈ പനി വരുമ്പോഴാണ്, ഛർദി വരുമ്പോൾ, വയറിളക്കം വന്നാൽ നമ്മുടെ ആരോഗ്യം മൊത്തം പോകും. അതിൻ്റെ കൂടെ തടി മെലിഞ്ഞു പോകും. ആ സമയത്തൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് നല്ല ടെൻ്റ് അടിക്കാൻ സ്ഥലം കണ്ടെത്തി ഒരാഴ്ചയോളം അവിടെ വിശ്രമിക്കും. നല്ല ഭക്ഷണമൊക്കെ അവിടെ നിന്നാണ് ഞാൻ ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് മാറി വന്നത്. പിന്നെ നാട്ടിലിപ്പം വന്നിട്ടാണ് ഞാൻ നല്ല ഭക്ഷണം കഴിച്ചൊരു സ്വസ്ഥതയോടുകൂടി പോകുന്നത്. ഇപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള എന്നാൽ പൈസയുടെയൊക്കെ പേരിലും അല്ലെങ്കിൽ സമയത്തിൻ്റെ പേരിലും ഒക്കെ മാറ്റി വെക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കും അല്ലാതെ തന്നെ പൊതുവെ ഇപ്പം ചിത്രനെ പോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ പേരും ഒക്കെ ഉണ്ട്. അവരുടെ അടുത്തൊക്കെ എന്താ പറയാനുള്ളത്? ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് വ്യത്യസ്തമായ സാഹചര്യത്തിലാണ്. വണ്ടിയുള്ള ആൾക്കാരുണ്ടാവും, വാഹനമില്ലാത്ത ആൾക്കാരുണ്ടാവും, കയ്യിൽ പൈസയുള്ള ആൾക്കാരുണ്ടാവും, പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. കുടുംബത്തിന് അച്ഛനമ്മക്കൊക്കെ നല്ല ജോലിയായി മക്കൾ ഫ്രീഡത്തോടെ ജീവിക്കുന്ന മക്കളുണ്ടാകും. പക്ഷേ അച്ഛനമ്മയും പണിക്ക് പോയിട്ട് മക്കളും പണിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് വ്യത്യസ്തമായ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചിന്തകളും മാറ്റം ഉണ്ടാകും. എനിക്ക് ഏട്ടനും അനിയനും ഉണ്ട്. ഞാനൊരു ഒറ്റ മോനാണെങ്കിൽ എനിക്കൊരിക്കലും യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം എനിക്ക് എപ്പോൾ അമ്മേനോട് നിൽക്കണം, അമ്മേൻ്റെ ആരോഗ്യം നോക്കണം, കാര്യങ്ങളൊക്കെ നോക്കണം. ഏട്ടനും അനിയനും മാമന്മാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനൊരു യാത്ര ചെയ്തത്. യാത്ര ചെയ്തതെന്ന് വിചാരിച്ചാൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം, അതായത് ഞാൻ ഫാമിലീനെ ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എനിക്ക് ഇത്ര പൈസ വേണം, ഇവിടെ എത്തിയ റൂം വേണം, ഒരു കാര്യങ്ങളും ഞാൻ ഫാമിലീനെ അറിയിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ എത്തിയ ഭക്ഷണം കഴിക്കാൻ പൈസ വേണം, ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ എന്നും സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ യാത്ര മുന്നോട്ട് പോകുന്നത്. അതോ ഞാൻ എൻ്റെ അവസ്ഥ വളരെ മോശമായാലും പോലും ഞാൻ വീട്ടുകാരോട് പറയാൻ നല്ല അവസ്ഥയിലാണ് പോകുന്നത്. കാരണം എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ അവരൊരിക്കലും ബുദ്ധിമുട്ടിക്കാതെ, അവർക്കൊരു വിഷമം വരാതെ എനിക്ക് യാത്ര മുന്നോട്ട് പോകണമെന്ന്. പക്ഷേ എനിക്ക് വന്ന കമൻറ്റ് കുറേ ഇങ്ങനെയായിരുന്നു: ഞാനൊരു ഒറ്റ മോനാണ്, ചിത്രം ചെയ്യുന്ന പരിപാടി എനിക്ക് ആവത്തില്ല, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഒരു ചങ്ങലകളാൽ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഒരു സ്ഥലങ്ങളിൽ എവിടെ പോകാൻ പറ്റാതെ. അങ്ങനെ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ: പണത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും യാത്ര പോകാതിരിക്കരുത്. നിങ്ങൾ ഞാൻ മൊബൈൽ ടവർ ടെക്നീഷ്യൻ അല്ല, മൊബൈൽ ടവറിൽ ഡീസൽ അടിക്കാനാണ് എൻ്റെ പണി. ഭാരം ചുമന്നിട്ട് ടവറിന് മുകളിലൊക്കെ പോയി എണ്ണ അടിക്കണം. കാടുകളിലൂടെ നടന്നു പോയിട്ട് ജനറേറ്റർ ഉണ്ടല്ലോ, അതിൽ എണ്ണ അടിക്കാൻ എൻ്റെ ജോലി. അങ്ങനെ സൂക്ഷിച്ചു വെച്ച പൈസയും എൻ്റെ ബൈക്ക് വെച്ചിട്ട് കടമൊക്കെ തീർത്തിട്ടാണ് ഞാനീ ഒരു യാത്ര തുടങ്ങിയത്. ചെറിയൊരു എമൗണ്ട് കയ്യിൽ വെച്ചിട്ട് ഞാൻ തിരഞ്ഞെടുത്ത രീതിയാണ്. നിങ്ങൾ മറ്റൊരാൾ കാറിൽ പോകുമ്പോൾ എനിക്കും കാറിൽ പോകണം, എനിക്കൊരു ഹോട്ടലിൽ നിൽക്കണം, അങ്ങനെ ചിന്തിച്ച് പോയാൽ ആ യാത്ര പൈസ പോകും, നമുക്കത് സാധിക്കത്തില്ല. പക്ഷേ അതിനുപരി നമ്മൾക്ക് അതിന് പകരം ഒരു ഗവൺമെൻറ് ബസ്സിൽ പോകാം, ഷെയർ വണ്ടികളിൽ പോകാം, നടന്നു പോകാം, ലിഫ്റ്റ് അടിച്ച് പോകാം, ടെൻ്റ് അടിച്ച് പോകാം.
അങ്ങനെ ഡോർമെട്രിയിൽ കിടന്ന് യാത്രകൾ ചെയ്യും. ഇങ്ങനെ പ്ലാൻ ചെയ്താൽ ഒരു പക്ഷേ യാത്രകൾ നമുക്ക് എളുപ്പത്തിൽ നടക്കും. ഞാൻ പ്ലാൻ ചെയ്ത രീതി ഇതാണ്. നടന്നും ലിഫ്റ്റ് അടിച്ചും ടെൻ്റ് അടിച്ചും ഭക്ഷണം പാകം ചെയ്ത് പോകുക എന്ന ഒരു ചിന്താഗതിയിൽ തുടങ്ങിയത് കൊണ്ടാണ് ഇത്രത്തോളം എൻ്റെ യാത്ര നീണ്ടുപോയത്. അല്ലാത്ത പക്ഷേ എനിക്ക് തോന്നുന്നു 2 കോടിക്ക് മുകളിലെങ്കിൽ പൈസ വേണ്ടി വരും. കാരണം അത്രത്തോളം സ്ഥലം, 3 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. അത്രത്തോളം 1000-ന് മുകളിൽ ദിവസങ്ങളാണ്. അത്രത്തോളം പൈസ വേണ്ടി വരും. ഹോട്ടലിലായാലും ഉത്തരാഖണ്ഡിലൊക്കെ ഒരു ലക്ഷറി ഹോട്ടലിനൊക്കെ ഒരു ദിവസം 1 ലക്ഷം രൂപ ചിലവാകുന്നുണ്ട്, 50,000 ചിലവാകുന്നുണ്ട്. ഭക്ഷണത്തിന് അത്രമാത്രം പൈസ. അതേ സ്ഥലത്ത് ഞാൻ താമസിക്കുന്നത് ടെൻ്റ് അടിച്ചൊരു കാട് ഏരിയകളിൽ 100 രൂപ 200 രൂപേൻ്റെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചത്. ഇത്രമാത്രമേ പറയാനുള്ളൂ. നമ്മളായി ജീവിച്ച് നമ്മളൊക്കെ ഉള്ളത് വെച്ച് സന്തോഷങ്ങൾ കണ്ടെത്താനാവുകയാണെങ്കിൽ ഈ ഭൂമിയിലൊന്നും നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. എന്നും പ്രശ്നങ്ങളാണ്. അതായത് എനിക്ക് അവനെപ്പോലെ സാധിക്കുന്നില്ലല്ലോ, അവന് വലിയ വീടുണ്ട്, എനിക്ക് വീടില്ല, എനിക്ക് വസ്ത്രമില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് സന്തോഷിക്കാൻ നോക്കുക, എന്നാൽ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ശരിയാവും. വീട്ടിലെത്തി ബാഗൊക്കെ വെച്ച് ഒന്ന് വീട്ടിലിരുന്നപ്പോൾ അപ്പോഴെന്തായിരുന്നു തോന്നി? ബാഗിൽ നിന്നെല്ലാം ഇങ്ങനെ എല്ലാം എടുത്ത് വെക്കാണല്ലോ പുറത്തേക്ക്. തീർച്ചയായിട്ടും എൻ്റെ വലിയൊരു സ്വപ്നം ഒന്ന് ഞാൻ ഇറക്കി വെച്ചതിൽ തോന്നി. ഞാൻ പ്ലാൻ ചെയ്തൊരു യാത്ര സക്സസ് ആയി തിരിച്ചു വന്നൊരു ഇതുപോലെ തോന്നി. കാരണം എന്നെ കാണാൻ വേണ്ടി, വരവേൽക്കാൻ വേണ്ടി ഒരു നാട്ടിലെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും എന്നെ കാത്തിരിക്കുവാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിന് പുറമെ എൻ്റെ മുതുകത്ത് നിന്നും ഒരു വലിയൊരു സാധനം എടുത്ത് നിലത്ത് വെച്ചൊരു ഫീലാണ് ഉണ്ടായത്. പക്ഷെ ആ സ്വപ്നം അവിടെ ഇറക്കി വെച്ചതല്ല, വീണ്ടും തുടങ്ങണം. അതിനുവേണ്ടി ഒരു പ്ലാനിങ്ങിന് വേണ്ടിയാണ് നാട്ടിൽ വന്നത്. സ്വപ്നമാണ് യാത്ര. ഇനി എന്താണ് ചിത്രന്റെ സ്വപ്നം? അടുത്ത യാത്ര എങ്ങോട്ടേക്കാണ്? എൻ്റെ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടങ്ങാൻ പോവുകയാണ്. ഇത്രയും നാളും ഞാൻ വലിയൊരു ഇതിലായിരുന്നു, സെർച്ചിങ്ങിലായിരുന്നു. അതായത് എത്ര സ്ഥലങ്ങൾ കാണാൻ സാധിക്കും, എങ്ങനെയൊക്കെ യാത്രകൾ ചെയ്യാൻ സാധിക്കും. അതിന് ഉത്തരം എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ഇനി എനിക്ക് മറ്റുള്ള രാജ്യങ്ങൾ തേടി പിടിക്കണം. പക്ഷേ ഞാൻ ഇപ്പം പോയതുപോലെ എല്ലാ രാജ്യങ്ങളിലും പോകാൻ പറ്റില്ല. ഉദാഹരണം പറയാൻ, എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ ഒരു ബാഗിൽ 44 കിലോ വെച്ച് അലോഡല്ല ഫ്ലൈറ്റിൽ. 25+7 കിലോ, അതിന് 5 കിലോ കൂടിയപ്പോൾ 8,000 രൂപ അധികം വന്നു. ഇതൊക്കെ ഞാൻ അറിയുന്നത് തിരിച്ചു വരുമ്പോഴാണ്. ആ ബാഗിലെ സാധനങ്ങൾ മാറ്റാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടായിരുന്നു. പുറത്തെ സാധനങ്ങൾ തൂക്കിയിടരുത് ബാഗിൻ്റെ ഒക്കെ. അപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ ഓരോ റൂൾസ് ഉണ്ട്. എത്ര സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ, എൻ്റെ ഗ്യാസ് അലോഡല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് എനിക്കുള്ള ടെൻഷനായി. അപ്പം അതിനൊക്കെ ഒരു പ്ലാൻ ആക്കി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഇതുപോലെ വീണ്ടും ഒരു രാജ്യത്തിൽ അങ്ങോട്ട് ഫ്ലൈറ്റ് പോയി അവിടെ ഇറങ്ങി ഇതുപോലെ വീണ്ടും എനിക്ക് നടന്ന് സഞ്ചരിക്കണം. പെറു എന്നൊരു രാജ്യമാണ് ഞാൻ അങ്ങനെ കണ്ടുവച്ചിരിക്കുന്നത്. പെറു, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഇതൊക്കെ എനിക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനൊരു സ്പോൺസർഷിപ്പ് കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും പോകും വേഗം. അവിടെയും പോയി ഇതുപോലെ സഞ്ചരിക്കണം. ഈ ലോകം അറിയുന്ന ഇബ്ൻ ബത്തൂത്തിനെ പോലെ ലോകം അറിയുന്ന ഒരു സഞ്ചാരി ആവണം. ഞാൻ കണ്ട കാഴ്ചകൾ മറ്റുള്ള ജനങ്ങൾക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇനിയുള്ള സ്വപ്നം.